മന്ദാകിനി ശങ്കരനോട് പറഞ്ഞ് 2 കുഞ്ഞുടുപ്പുകളും വാങ്ങി ജാനകിയുടെ ഗൃഹത്തിൽ ചെന്നു. കുഴമ്പിൻ്റെയും നല്ലെണ്ണയുടെയും വാസന സോപ്പിൻ്റെയും ഗന്ധം അവിടെ എല്ലാം നിറഞ്ഞിരുന്നു. പുറത്ത് ഒരു പരന്ന തട്ടിൽ ഇഞ്ചി വിടർത്തി ഉണങ്ങാനിട്ടിരുന്നു. ചാണകം മെഴുകിയ തറയിലെ തണുപ്പും കുളിർമയും അവളെ മുറിയിലേക്ക് ആകർഷിച്ചു. പ്രസവിച്ച് 15 ആയെങ്കിലും ജാനകിയുടെ മുഖത്തെ വിളർച്ചയും തളർച്ചയും മാറിയിരുന്നില്ല. ഒരു ചെറിയ പടിമേൽ തഴപ്പായ വിരിച്ച് അതിനുമേൽ കട്ടിയുള്ള പുതപ്പ് കൊണ്ടുള്ള ഒരാവരണവും, ആ കിടത്തം, ആലസ്യത്തിലാണ്ട് തളർന്നു മയങ്ങുന്ന അമ്മയും മകളും. ആ കാഴ്ച മന്ദാകിനിക്ക് അവിസ്മരണീയവും അത്ഭുതവുമായിരുന്നു. കുട്ടിയുടെ മുഖച്ഛായ താൻ എവിടെയോ കണ്ടു മറന്നിരിക്കുന്നു എന്നവൾക്ക് തോന്നി. തിരികെ പോകുമ്പോഴും ആ കുഞ്ഞു മുഖം തന്നെ തട്ടിയുണർത്തുന്നുവോ എന്നവൾക്ക് സന്ദേഹം അനുഭവപ്പെട്ടു. തൻ്റെ ശങ്കരേട്ടൻ്റെ ഛായയോ, അതല്ലെങ്കിൽ ഏട്ടൻ്റെ മുഖം? മന്ദാകിനിയുടെ പുരികം ചുളിഞ്ഞു. നെഞ്ഞ് പടപടാന്ന് മിടിച്ചു. ഈശ്വരാ, തൻ്റെ ശങ്കരേട്ടൻ്റെ കുട്ടിയാവല്ലേ അത്? തൻ്റെ ഏട്ടനെ തനിക്ക് വിശ്വാസമാണ്. പക്ഷേ ഇരുവരും കളിക്കൂട്ടുകാരായിരുന്നില്ലേ? അതിനാലാവാം അദ്ദേഹം തന്നോട് അടുത്തിടപഴകാത്തത്. സംശയത്തിൻ്റെ കരിനിഴൽ മന്ദാകിനിക്കുള്ളിൽ ആഞ്ഞു വീശി. കഞ്ഞി വിളമ്പുന്നതിനിടയിൽ സ്വകാര്യത്തിൽ മന്ദാകിനി, ജാനകിൻ്റെ കുട്ടിനെ കാണാൻ എന്തു ഭംഗിയാ, ശങ്കരേട്ടന് കാണണമെന്നില്ലേ?